ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അള്ളാഹുവിന്റെ നാമത്തിൽ അലത്തൂർ ഏരിയയിൽ സംഘടിപ്പിക്കുന്ന ഈ വിദ്യാർത്ഥി യുവജന സംഗമം ഉദ്ഘാടനം ചെയ്തതായി ആദ്യം തന്നെ അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യം തന്നെ വളരെ സന്തോഷം അറിയിക്കാണ്. യഥാർത്ഥത്തിൽ എന്നെ സമീർ സാഹിബാണ് നിങ്ങളുടെ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ പ്രസിഡന്റ് ആവുന്നതിന് മുമ്പേ തന്നെ എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ പ്രസിഡന്റായിട്ട് ചുമതല ഏറ്റിട്ടുള്ളത്. അതിൽ തന്നെ എന്നെ ഇൻവൈറ്റ് ചെയ്ത ഒരു പരിപാടി എന്നുള്ള രൂപത്തിൽ ഈ ഒരു സമയത്ത് നിങ്ങളെല്ലാവരും എൻ്റെ വാക്കുകൾക്കായി ഇവിടെ ഒത്തുചേർന്നതിൽ, അതോടൊപ്പം തന്നെ വളരെ ഹൃദ്യമായ ഒരു സ്വീകരണം എനിക്ക് നൽകിയതിലും എല്ലാവിധ സന്തോഷങ്ങളും അറിയിച്ചു കൊള്ളുകയാണ്. ഇൻഷാ അല്ലാഹ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പല രൂപത്തിലുള്ള സാമൂഹിക ചുറ്റുപാടിലൂടെയാണ് നമ്മൾ ഇന്നിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഞാൻ ഇതൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോൾ നിങ്ങളുടെ ചിലർക്ക് ഇതൊന്നും വലിയ കാര്യമില്ല, അല്ലെങ്കിൽ ഇതൊക്കെ എന്താ, അല്ലെങ്കിൽ കുടുംബത്തെ കുറിച്ച് പറയുമ്പോൾ, ഉമ്മയുടെയും ഉപ്പയുടെയും ദൗത്യത്തെ കുറിച്ച് പറയുമ്പോൾ, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ വിശദീകരിക്കുന്ന സമയത്തൊക്കെ ഇതൊക്കെ വലിയ കാര്യമാണോ, അല്ലെങ്കിൽ പിടിച്ചു കൊടുത്തിരുത്തിയത് കാരണം കേൾക്കാൻ വേണ്ടി മാത്രം വന്നിട്ടുള്ള ചിലർ ഇതിലുണ്ടായിരിക്കും എന്നുള്ളത് എനിക്കറിയുന്നതാണ്. അതിൽ തന്നെ എനിക്ക് പറയാനുള്ളത്, നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ഒരു ദൗത്യവും ലക്ഷ്യവും ഉണ്ടായിരിക്കണം. അതിൽ തന്നെ ഞാൻ അതിനെ ഒരു ഉപമ കൊണ്ട് സൂചിപ്പിക്കുകയാണ്. ഒരു പട്ടം വളരെ ഭംഗിയാർന്നതായതുകൊണ്ട് പട്ടം ഇങ്ങനെ ആകാശത്തൂടെ എങ്ങനെയായിരിക്കും പോകുന്നുണ്ടായിരിക്കാം, ഉയരങ്ങളിലേക്ക്, ഒരുപാട് ഉയരങ്ങളിലേക്ക് പറന്ന് അകലുന്നുണ്ടായിരിക്കും. പക്ഷെ എത്ര ദൂരത്തേക്ക് അത് പറന്ന് അകന്നാലും, എത്ര വാനലോകത്തേക്ക് അത് എത്തിയാലും അതിന്റെ കൺട്രോൾ ആരുടെ കയ്യിലായിരിക്കും ഉണ്ടാവുക? ഒരു ചെറിയ നൂല് കൊണ്ട് അതിന്റെ കൺട്രോൾ ആരുടെ കയ്യിലുണ്ടായിരിക്കും? പാടത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ കയ്യിലുണ്ടായിരിക്കും. അത് എത്ര ദൂരത്തേക്ക് ആകാശത്ത് പറന്നകന്നുകൊണ്ട് ലോകത്തെ മുഴുവൻ കാഴ്ചകൾ കണ്ടാലും അതിന്റെ കൺട്രോൾ ആരുടെ കയ്യിലായിരിക്കും ഉണ്ടാവുക? ആ കുട്ടിയുടെ കയ്യിലായിരിക്കും ഉണ്ടാവുക. ചെറിയൊരു നൂല് കൊണ്ട് അത് ആ ഒരു കുട്ടി ആ ഒരു പട്ടത്തെ ബന്ധിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഇനി ഏതെങ്കിലും ഒരു സമയത്ത് ആ നൂല് പൊട്ടി, ഏതെങ്കിലും പക്ഷി വന്ന് കൊത്തിയിട്ടോ അല്ലാതെയൊക്കെ ആ നൂല് പൊട്ടി എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടായിരിക്കുക? എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടായിരിക്കുക? പട്ടം ഒരു ലക്ഷ്യസ്ഥാനവും ഇല്ലാതെ എവിടേക്കോ പറന്ന് കൂപ്പ് കുത്തുന്ന ഒരവസ്ഥയായിരിക്കും ഉണ്ടാവുക. യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ജീവിതവും ഇങ്ങനെ തന്നെയാണ്. എങ്ങനെയാ മനുഷ്യന്റെ ജീവിതം? മനുഷ്യൻ എത്രത്തോളം വാനോളം പറന്നുയർന്നാലും, എത്രത്തോളം ലോകം കണ്ടാലും മനുഷ്യന്റെ കൺട്രോൾ ആരുടെ കയ്യിലാ? നമ്മളുടെ കയ്യിലാണോ നമ്മളുടെ കൺട്രോൾ ഉണ്ടായിരിക്കുന്നത്? നമ്മളുടെ കൺട്രോളിനേക്കാളും അള്ളാഹുവിന്റെ നിയമങ്ങൾ എന്ന് പറയുന്ന, ദീൻ എന്ന് പറയുന്ന ഒരു കൺട്രോളാണ് നമ്മളുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ ആദ്യം തന്നെ പറഞ്ഞു വെക്കുന്നത്. നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കർമ്മം എന്താണെന്ന് ചോദിച്ചാൽ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. നിങ്ങൾ നിങ്ങളുടെ ഒരു ദിവസം എടുത്തു നോക്കിയോ? എന്തായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നുണ്ടായിരിക്കുക? ചിലർ പറയും ഉറക്കം എന്നൊക്കെ. നമ്മൾ ആരും 12 മണിക്കൂറിൽ കൂടുതലൊന്നും ഉറങ്ങുന്നവരുണ്ടായിരിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒരു ദിവസത്തിൽ 24 മണിക്കൂറാണെങ്കിൽ 12 മണിക്കൂറിൽ കൂടുതലൊന്നും നമ്മളാരും ഉറങ്ങുന്നുണ്ടായിരിക്കില്ല. നമ്മൾ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും നടക്കുന്നുണ്ടായിരിക്കുക. ചിലപ്പോൾ നമ്മുടെ രക്ഷിതാക്കളോടായിരിക്കും സംസാരിക്കുന്നുണ്ടായിരിക്കുക, സുഹൃത്തുക്കളോടായിരിക്കും,
അതല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയകളുടെ ചാറ്റ് ബോക്സിലൊക്കെ ആയിരിക്കും നമ്മൾ സംസാരിക്കുന്നതായിരിക്കാം. ഒരു ദിവസം നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് അത് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുകയായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നുണ്ടാവുക. എന്റെ മുമ്പിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോളൂ. ഇന്നത്തെ കാലത്ത് നിങ്ങളുടെ ഒരു ദിവസത്തെ കമ്മ്യൂണിക്കേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കുമോ അതോ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കുമോ അതിൽ കൂടുതൽ ഉണ്ടായിരിക്കുക? ഭക്ഷണ മേശയിൽ ഡൈനിങ് ടേബിളിൽ ഭക്ഷണം എത്തിച്ചുകൊണ്ട് ഉമ്മ മക്കളെ വിളിക്കുന്നത് ഇപ്പൊ എങ്ങനെയാണ്? മക്കളെ വാ ഭക്ഷണം കഴിക്കാമെന്നല്ല ഉമ്മമാരിപ്പോ പറയുന്നത്. ഉമ്മമാരിപ്പോ എന്താ ചെയ്യുക? ഫാമിലി ഗ്രൂപ്പിൽ ഗ്രൂപ്പ് കോളിംഗാണ് ചെയ്യുക. കാരണം എന്താ? നേരെ വിളിച്ചാൽ മക്കളെ കേൾക്കൂല. മക്കളുടെ ചെവിയിൽ എന്താണ്? ഒരു ഹെഡ്സെറ്റ് ഉണ്ടായിരിക്കും. മക്കൾ ഫുൾ ടൈം എന്താണ്? ഒരു വെർച്വൽ ലോകത്തായിരിക്കും. അവർ വെർച്വൽ ലോകത്ത് നിന്നും ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീന്മേശയിൽ ഇരിക്കുന്ന ഭക്ഷണത്തിനായിട്ട് ഉമ്മമാര് ഗ്രൂപ്പ് കോൾ ചെയ്യാണ്. ഫാമിലി ഗ്രൂപ്പില് ഭക്ഷണം റെഡി ആയിട്ടുണ്ട്, കഴിക്കാൻ റെഡി എന്ന് പറയുന്ന ഗ്രൂപ്പ് കോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഭക്ഷണം കഴിക്കാൻ വന്നാലോ 5 പേരും 5 വെർച്വൽ ലോകത്തായിരിക്കും ഉണ്ടാവുക. 5 പേരുടെ കയ്യിലും 5 ലോകമായിരിക്കും ഉണ്ടായിരിക്കുക. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിത സന്ദർഭങ്ങൾ കടന്നു പോകേണ്ടുന്ന ലോകം എന്ന് പറയുന്നത് ഈ വെർച്വൽ ലോകം തന്നെയാണോ? അങ്ങനെ സ്വന്തത്തിലേക്ക് തന്നെ ചുരുങ്ങിക്കൊണ്ട് സ്വന്തമായിട്ടൊരു ലോകം ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണോ നമ്മൾ മുന്നോട്ട് പോകേണ്ടത്? എന്റെ പ്രിയപ്പെട്ട മുമ്പിൽ ഇരിക്കുന്ന ചില ഉമ്മമാരൊക്കെ ഒന്ന് ചോദിച്ചു നോക്കുക. നമ്മുടെ മക്കൾക്ക് ഭക്ഷണം തരട്ടെ എന്ന് ചോദിക്കുന്ന കുഞ്ഞു മക്കൾക്ക് ഭക്ഷണം തരട്ടെ എന്ന് ചോദിക്കുന്ന സമയത്ത് ആദ്യം അവർ ചോദിക്കുക, നമ്മളൊക്കെ ആയിരുന്ന കാലത്ത് ആദ്യം ചോദിക്കുക എന്താ അമ്മ കൂട്ടാൻ എന്നാ ചോദിക്കുക, എന്താ ഉപ്പേരി എന്നാണ് ചോദിക്കുക. പക്ഷെ ഇന്നത്തെ കുട്ടികളോട് എന്താ ചോദിക്കുക? ഫോൺ തരുമോ എന്നാ ചോദിക്കുക. ഫോൺ തന്നാൽ ഞാൻ ഭക്ഷണം കഴിക്കാം. അങ്ങനെയാണോ നമ്മൾ നമ്മുടെ മക്കളെ വളർത്തിയെടുക്കേണ്ടത്? പണ്ടൊക്കെ ഞങ്ങളുടെ ഉമ്മമാരൊക്കെ തൊടികളിലൂടെയൊക്കെ നടന്ന് പറമ്പുകളിലൂടെയൊക്കെ നടന്ന് കാക്കയെയും പൂച്ചയെയും അമ്പിളിമാമനെയും ഒക്കെ കാണിച്ചു തന്നുകൊണ്ടായിരുന്നു ഞങ്ങൾക്ക് ഭക്ഷണം തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇന്നത്തെ ഉമ്മമാരെ എല്ലാവരും അങ്ങനെയാണെന്ന് കുറ്റപ്പെടുത്തുകയില്ല. സ്വന്തത്തോടൊന്ന് ചോദിച്ചു നോക്കുക. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇത് സംസാരിക്കുമ്പോ ഞാൻ എന്ന് പറയുന്ന ഉമ്മയും ഞാനും അതെന്നോട് ചോദിക്കാൻ ബാധ്യസ്ഥയായിക്കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുക. വിശാലമായ ലോകം കാണിച്ചു കൊടുക്കാതെ, അള്ളാഹുവിന്റെ കൺമുമ്പിലിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാതെ, വെർച്വൽ ലോകത്ത് തോന്നിയ പോലെ നമ്മുടെ മക്കളെ വളർത്തിയെടുത്ത് ഒരു പ്രായപരിധി എത്തി അവർ ഈ വെർച്വൽ ലോകത്ത് തന്നെ മൊബൈൽ ഫോണിന്റെ അഡിക്റ്റുകളായി അവർ മാറി സോഷ്യൽ മീഡിയയിലെ വല്ല ചതിക്കുഴികളിലും ചെന്ന് വീണതിന് ശേഷം കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഉമ്മമാരുണ്ടായിട്ട് എന്താ കാര്യം? അവർ കാണിച്ചു കൊടുത്ത ലോകം എന്താണോ അത് മാത്രമേ ചെയ്യുന്നുണ്ടായിരിക്കുള്ളൂ, മക്കൾ പഠിക്കുന്നുണ്ടായിരിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, നമ്മൾ സ്വന്തത്തിലേക്ക് തന്നെ ചുരുങ്ങിക്കൊണ്ട് നമ്മുടെ മക്കളെ ചതിക്കുഴിയിലേക്ക് ഉള്ള വഴി കാണിച്ചു കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഓരോ പ്രവണതകളിലൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, നമ്മുടെ അധിക സമയം ഇപ്പോൾ നമ്മൾ എന്താണ് സോഷ്യൽ മീഡിയകളുടെ റീൽസിൽ ഇങ്ങനെ കുടുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? ഒന്ന് കഴിഞ്ഞാൽ അടുത്തത്, അതിനേക്കാൾ രസമുള്ള അടുത്തൊന്ന്. അങ്ങനെ എന്ത് ചെയ്യാണ്? ആരെന്ത് തിരക്കിലായാലും, എത്ര വലിയ പരീക്ഷയുണ്ടെങ്കിലും, എത്ര തിരക്കുകൾ ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് നമ്മളുടെ മണിക്കൂറുകളും നമ്മളുടെ മിനിറ്റുകളും നമ്മൾ എന്ത് ചെയ്യാണ്? സോഷ്യൽ മീഡിയകളിലെ റീൽസുകളിൽ ഇങ്ങനെ കുടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയകളിലുള്ള ആക്ട് ചെയ്യുന്നവർക്ക് അവരെ ആക്ടർമാർ എന്നല്ല പറയാം. അപ്പൊ ഫിലിമിലൊക്കെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ആക്ടർ അല്ലെങ്കിൽ ആക്ട്രസ് എന്നൊക്കെ പറയാം, നടന്മാർ നടിമാർ എന്നൊക്കെയാ പറയാം. പക്ഷെ സോഷ്യൽ മീഡിയയിലുള്ളവരെ നമ്മൾ എന്താ പറയാം? സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്നാണ് പറയാം. എന്താ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞാല്? എന്താ? നമ്മുടെ ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു കൂട്ടം എന്നാണ് അതിന്റെ മീനിങ്.
ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒന്ന് ചോദിക്കട്ടെ, നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ലോകത്തെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ശാശ്വതമല്ല. ഇന്നല്ലെങ്കിൽ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ എത്തപ്പെടേണ്ടവരാണ് നമ്മൾ. അള്ളാഹുവിന്റെ മുമ്പിൽ നേരിട്ട് ഹാജരാവേണ്ടവരാണ് നമ്മൾ. മരണം എന്ന് പറയുന്ന ഒരു കടമ കഴിഞ്ഞ്, ബർസഖി ജീവിതം കഴിഞ്ഞ്, ഖബർ ജീവിതം കഴിഞ്ഞ് അള്ളാഹുവിന്റെ മുമ്പിൽ ഇങ്ങനെ ഹിസാബിന്റെ വേളയിൽ ഇങ്ങനെ നമ്മൾ നോക്കി നിൽക്കുന്ന സമയത്ത് അവിടെ ഒരുപാട് ടീമുകള് കൂട്ടമായി ചിലപ്പം അള്ളാഹുവിന്റെ മുമ്പിൽ വന്നേക്കാം. ആ സമയത്ത് ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഇങ്ങനെ അണിനിരക്കുന്നുണ്ടായിരിക്കും. ആ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൽ എനിക്ക് വല്ലാതെ ഒന്നും അറിയില്ലെങ്കിൽ ഞാൻ പറയാണ്, ഇവിടെ ചിലപ്പം ഡാബ്സിയും അവരുടെ കൂട്ടരും വരുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ തൊപ്പിയും അവന്റെ കൂട്ടരും വരുന്നുണ്ടായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഇങ്ങനെ വരും. അവരുടെ ജീവിതത്തെ ആരൊക്കെയാണോ ഇൻഫ്ലുവൻസ് ചെയ്ത് ഏറ്റെടുത്തിട്ടുള്ളത് അവരിങ്ങനെ അള്ളാഹുവിന്റെ മുമ്പിൽ നാളെ ഹിസാബിന്റെ വേളയിൽ ഇങ്ങനെ വരുന്നുണ്ടായിരിക്കും. ആ സമയത്ത് ഒരു കൂട്ടർ വരും, ഞാൻ വിശ്വസിക്കുന്ന ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസർ ആണെന്ന് വിശ്വസിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വരുന്നുണ്ടായിരിക്കും. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരുപാട് കൂട്ടരുണ്ടായിരിക്കും. അള്ളാഹുവിന്റെ റസൂലിനെ ഇൻഫ്ലുവൻസറായി ഏറ്റെടുത്തുകൊണ്ട് അത് ജീവിതത്തിൽ സ്വാധീനിച്ചുകൊണ്ട് ആ സത്യം എന്ന് പറയുന്ന വഴിയെ ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ള വളരെ സംതൃപ്തമായിട്ടുള്ള ജീവിതം നയിച്ചിട്ടുള്ള പ്രകാശപൂരിതമായിട്ടുള്ള മുഖത്തോട് കൂടിയിട്ടുള്ള ഒരു കൂട്ടർ വരുന്നുണ്ടായിരിക്കും. എന്റെ പ്രിയപ്പെട്ടവരൊന്ന് സ്വന്തത്തോട് ചോദിച്ചു നോക്കുക, ആ റസൂലുള്ളയാണോ യഥാർത്ഥത്തിൽ നമ്മുടെ ഇൻഫ്ലുവൻസർ? ഇത്രയും കാലത്തെ എന്റെ ജീവിതത്തിൽ, 20 വർഷക്കാലത്തെ എന്റെ ജീവിതത്തിൽ, 25 വർഷക്കാലത്തെ എന്റെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ റസൂലുള്ള തന്നെയാണോ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്? റസൂലുള്ള തന്നെയാണോ എന്റെ മാതൃകയായിട്ടുള്ളത് എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. പലപ്പോഴും നമ്മൾ അള്ളാഹുവിനും അവന്റെ റസൂലിന്റെയും ഇഷ്ടത്തിന് നമ്മൾ നിന്ന് കൊടുക്കാറില്ല. നമുക്ക് സ്വന്തം ഇഷ്ടങ്ങളാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ അങ്ങനെയാണ്, സ്വന്തം ഇഷ്ടമാണ്, എന്റെ ഇഷ്ടമാണ്, എന്റെ കാര്യമാണ്, ഞാനത് നോക്കിക്കോളാം, അല്ലെ, മൈ റൈറ്റ്, എന്നിട്ട് മൈ റൈറ്റ് മൈ ചോയ്സ്, അതുപോലെ തന്നെ മൈ ബോഡി മൈ റൈറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എന്റെ അവകാശമാണ്, എന്റെ ജീവിതമാണ്, എന്റെ ചോയ്സ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നടത്തിക്കോളാം. ഉമ്മ എന്റെ കാര്യത്തിൽ ഇടപെടേണ്ടതില്ല, ഉപ്പ എന്റെ കാര്യത്തിൽ ഇടപെടേണ്ടതില്ല, ഖുർആനോ അതല്ലെങ്കിൽ റസൂലോ എന്റെ കാര്യത്തിൽ ഇടപെടേണ്ടതില്ല, എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം എന്നുള്ള വാക്ക് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കിയത് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ പറയേണ്ടി വന്നിട്ടുള്ള അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് നമ്മുടെ ബോഡിയാണോ? നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ എന്താണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്? പ്രശസ്ത ജർമ്മൻ എഴുത്തുകാരനായിട്ടുള്ള ഹെർമൻ ഹെസ്സെ അദ്ദേഹത്തിന്റെ സിദ്ധാർത്ഥ എന്ന് പറയുന്ന ഒരു നോവലിൽ ഒരു കാര്യം വിശദീകരിക്കുന്നുണ്ട്. ആളുകൾ എന്ന് പറയുന്നത് 2 രൂപത്തിലായിരിക്കും ഉണ്ടാവുക, 2 തരത്തിലായിരിക്കും മനുഷ്യന്മാരുണ്ടായിരിക്കുക. അതിൽ ഒന്നാമത്തെ കാറ്റഗറി ആയിട്ട് അദ്ദേഹം പറയുന്നത് മരത്തിലുള്ള ഇലകൾ പോലെയുള്ള ചില മനുഷ്യന്മാരുണ്ടായിരിക്കും. എന്താ മരത്തിലുള്ള ഇലകൾക്ക് എന്താ പ്രത്യേകതയുള്ളത്? ഒരു കാറ്റ് വന്ന് വീശുന്നതിനനുസരിച്ച് ഗതിമാറുന്ന, അല്ലെങ്കിൽ ഞെട്ടറ്റ് വീടുകൊണ്ട് ദിശയില്ലാതെ ഗതിമാറിക്കൊണ്ട് നിലം പറ്റുന്ന ചില ഇലകൾ ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള ചില ആളുകളുണ്ടെന്ന് പറയുന്നുണ്ട്. അവർക്ക് ബേസ് ഉണ്ടായിരിക്കൂല, അടിസ്ഥാനം ഉണ്ടായിരിക്കൂല, അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു വഴി ഉണ്ടായിരിക്കൂല. കാറ്റ് എങ്ങനെയാണോ വീശിക്കൊണ്ടിരിക്കുന്നത്, ഒഴുക്ക് എങ്ങോട്ടേക്കാണോ ഉള്ളത്, ദിശ എങ്ങോട്ടേക്കാണോ ഉള്ളത്, ആ ദിശക്കനുസരിച്ചും കാറ്റിനനുസരിച്ചും ഒഴുക്കിനനുസരിച്ചും നീങ്ങിക്കൊണ്ട് നിലം പറ്റുന്ന ചില ഇലകൾ ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള ചില മനുഷ്യരുണ്ടായിരിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാറ്റഗറി ആയിട്ട് അദ്ദേഹം പറയുന്നത് ആകാശത്തെ നക്ഷത്രങ്ങളെ പോലെയുള്ളവരെന്നാണ് പറയുന്നത്. എന്താ ആകാശത്തിലുള്ള നക്ഷത്രങ്ങളുടെ പ്രത്യേകത എന്താണ്? എത്ര പേമാരി പെയ്താലും, എത്ര കൊടുങ്കാറ്റടിച്ചാലും യാതൊരു തരത്തിലുള്ള കുലുക്കവുമില്ലാത്ത കൂട്ടരായിരിക്കും ആകാശത്തെ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു സഞ്ചാരപഥം ഉണ്ടായിരിക്കും, കൃത്യമായിട്ടുള്ള ഒരു വഴി ഉണ്ടായിരിക്കും. ആ വഴിയിലൂടെ ആയിരിക്കും അവർ മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക.
ഇതിൽ ഏത് തരത്തിലുള്ള മനുഷ്യരെ പോലെയാണ് നമ്മൾ ആവേണ്ടത്? ഒരു കാറ്റ് വീശുമ്പോഴേക്കിനും, ഒരു ഒഴുക്ക് വരുമ്പോഴേക്കിനും അതിൽ ഞെട്ടറ്റ് വീണുകൊണ്ട് വഴിയില്ലാതെ ദിശയില്ലാതെ ഒഴുക്കിനനുസരിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുന്നവരായിട്ടാണോ നമ്മൾ മാറേണ്ടത്? അതോ കൃത്യമായിട്ടുള്ള വഴി കാണിച്ചു തന്ന് ആ വഴിയിലൂടെ എത്ര കൊടുങ്കാറ്റുണ്ടെങ്കിലും ആ കൊടുങ്കാറ്റിലൂടെ ഒന്നും പോകാതെ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് നക്ഷത്രങ്ങളെ പോലെ തിളങ്ങിക്കൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ കൃത്യമായിട്ട് നിൽക്കുന്ന, കൃത്യമായി വഴികളുള്ള ഒരു കൊടുങ്കാറ്റിലും ഒരു വഴിയിലും ഒരു ഇസത്തിലും വീണു പോവാതെ ദിശ തെറ്റാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരായിട്ടാണോ നമ്മൾ മാറേണ്ടത്? തീർച്ചയായിട്ടും രണ്ടാമത്തെ വഴിയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. നമ്മളുടെ മുമ്പിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. ഈ പറഞ്ഞ പോലെ ലിബറലിസവും അതുപോലെ തന്നെ എത്തീസം പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ മുമ്പിൽ ഇങ്ങനെ നടമാടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലൂടെ പോകുന്നുണ്ടായിരിക്കും. പക്ഷെ അവിടെ ഒന്നും അടിപതരാതെ ഒരൊറ്റ വഴിയേ എനിക്കുള്ളൂ, അള്ളാഹുവിന്റെ സ്വർഗം എന്ന് പറയുന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമേ എനിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തിയെടുക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ എല്ലാവരും പലപ്പോഴും നിങ്ങളുടെ ഉപ്പമാരോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും, പലപ്പോഴൊക്കെ ജീവിത പങ്കാളികളെ തിരഞ്ഞെടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മുടെ തീരുമാനത്തിനെതിരെ ആയിക്കൊണ്ട് ഉപ്പയോ ഉമ്മയോ വല്ല തീരുമാനങ്ങൾ പറയുന്ന സമയത്തോ ഉപ്പയോട് പറയും, ഉപ്പ എന്റെ ജീവിതമാണ്, നിങ്ങൾ അതിൽ ഇടപെടരുത് എന്ന് പറയും. ഉപ്പ എന്റെ ജീവിതമാണ്, നിങ്ങൾ അതിൽ ഇടപെടരുത്. ഉമ്മ നിങ്ങൾ എന്റെ കാര്യം നോക്കണ്ട, എനിക്കറിയാം എന്റെ കാര്യം നോക്കാൻ എന്ന് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരും അത്തരത്തിലുള്ള ഒരു കാറ്റഗറിയിൽ പെട്ടവരായിരിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് നമ്മുടെ ബോഡി എന്ന് പറയുന്നത് നമ്മുടേതല്ല, അത് അള്ളാഹുവിൻ്റെതാണ്. ഒരു പരീക്ഷണ കാലഘട്ടത്തിന് വേണ്ടി മാത്രം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഒരു ബോഡിയാണ് നമ്മളുടേത്. ആ ബോഡി നമ്മളുടേതല്ല എന്ന് വിശ്വസിക്കുന്നത് തന്നെ ഏറ്റവും വലിയ തൗഹീദ് നമ്മൾ ഏറ്റെടുത്തു എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്റെ ബോഡി അത് എന്റേതല്ല, അത് അള്ളാഹുവിൻ്റെതാണ്. ആ ഒരു അർത്ഥത്തിൽ നിങ്ങൾ അതിനെ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ, എന്റെ ജീവിതം എന്ന് പറയുന്നത് പരീക്ഷണ കാലഘട്ടമാണ്. ഈ ലോകത്തിൽ അല്ലെങ്കിൽ പരലോകത്തേക്കുള്ള സ്വർഗനരകം നിശ്ചയിക്കുന്നതിനായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള പരീക്ഷണത്തിനായിട്ട് നൽകിയിട്ടുള്ള ജീവിതമാണ് എന്റേത് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ജീവിതത്തിൽ നടക്കേണ്ടത് എന്റെ ചോയ്സ് അല്ല, ഒരിക്കലും ജീവിതത്തിൽ നടക്കേണ്ടത് എന്റെ നിയമങ്ങളല്ല, എല്ലാത്തിൽ നിന്നും സ്വാതന്ത്ര്യമുള്ള ജീവിതമല്ല ഒരിക്കലും മനുഷ്യന്റേത്. സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വിശാലമായിട്ടുള്ള, വളരെ ഭംഗിയായിട്ടുള്ള പലതരത്തിലുള്ള അതിർവരമ്പുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കയറി പോകുന്ന ലിബറലിസം ഉണ്ട് അല്ലെ? ലിബറലിസം എന്ന് പറയുമ്പോ ഇതൊക്കെ അറിയാവുന്ന ആൾക്കാർ പറയുന്നുണ്ടായിരിക്കും, എന്താ ലിബറലിസം, കുറെ കാലമായില്ലേ കേൾക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്കൂ, ക്യാമ്പസുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളായിരിക്കും എന്റെ മുമ്പിൽ ഉണ്ടായിരിക്കുക. എന്താ നമ്മുടെ ക്യാമ്പസുകളിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്? ആൺപെൺ സൗഹൃദങ്ങൾ ഒരു അതിർവരമ്പും ഇല്ലാതെയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ചോദ്യം ചെയ്താൽ വാപ്പാക്കും ഉമ്മാക്കുമാണ് തെറ്റ്. അതിനേക്കാൾ അപ്പുറം എന്താ പറയുക നിങ്ങൾ? അവളെന്റെ അഫയർ ഒന്നുമല്ല, അവനെന്റെ അഫയർ ഒന്നുമല്ല, അവളെന്റെ ബെസ്റ്റിയാണ്. എന്താണ് ഈ ബെസ്റ്റി? ഇന്നത്തെ കുട്ടികൾക്ക് അതൊക്കെയാണ്. അവനെന്റെ അഫയർ അല്ല, അവനെന്റെ സുഹൃത്തല്ല എന്ന് പറയുമ്പോൾ അവനെന്റെ ബെസ്റ്റിയാണ്, അല്ലെങ്കിൽ അവനെന്റെ സഹോദരനെ പോലെയാണ്, അവനെന്റെ സഹോദരിയെ പോലെയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, സഹോദരനെ പോലെയാണെന്നുള്ളതും സഹോദരനും രണ്ടും രണ്ട് തന്നെയാണ്. പോലെ എന്നുള്ള ഒരു വാക്കാണെങ്കിൽ അവൻ നിങ്ങൾക്ക് അന്യ പുരുഷനാണ്, അന്യ സ്ത്രീയാണെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് നമ്മുടെ ക്യാമ്പസുകളിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്? എന്തൊക്കെയാണ്? ആൺപെൺ സൗഹൃദങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യാതൊരു തരത്തിലുള്ള അതിർവരമ്പുകളും ഇല്ലാതെ, സംസാരങ്ങളിൽ യാതൊരു തരത്തിലുള്ള അതിർവരമ്പുകളും ഇല്ലാതെ വളരെ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന, കുത്തഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ക്യാമ്പസുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ഓരോ ക്യാമ്പസുകളും, നമ്മളുടെ ഓരോ സ്കൂളുകളും അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാം ആലോചിച്ച് നോക്കിയോളൂ, ഒരു 10 വർഷം മുമ്പ്
ഒരു ആൺ സുഹൃത്ത് പെൺ സുഹൃത്തിനെ ബൈക്കിൽ ഇരുത്തി കൊണ്ടുപോവുകയാണെങ്കിൽ പിന്നെ അവൾക്ക് വീട്ടിൽ കയറേണ്ടി വരൂല. പക്ഷെ ഇന്ന് അതൊക്കെ നോർമലൈസ് ചെയ്യപ്പെട്ടു എന്നുള്ളത് നമ്മൾ വിശ്വസിച്ചേ മതിയാവും. ഇന്ന് എന്താ പറയാ, പകുതി ആളുകൾ പറയും എന്തിനാണ് കയറ്റി കൊണ്ടുപോയത്, അവർക്ക് അന്യ പുരുഷനാണെന്ന് പറയും. പക്ഷെ ന്യൂ ജനറേഷൻ കുട്ടികൾ അതിൽ പറയുന്ന ഒരു വാക്കുണ്ട്, അത് തന്തവൈവാണ്. അള്ളാഹുവിന്റെ നിയമങ്ങൾ ഇവിടെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അതിനെ തന്തവൈവാക്കി മാറ്റിക്കളയുകയും, അതല്ല ലിബറലിസത്തിന്റെ കാര്യങ്ങൾ ഇവിടെ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് അതിനെ ന്യൂ ജനറേഷന്റെ വൈബാക്കി ഏറ്റെടുക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ അംഗീകരിച്ചേ മതിയാവും. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ ഉമ്മാനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ബെസ്റ്റിയെ അല്ല സ്നേഹിക്കേണ്ടത്, നമ്മുടെ സുഹൃത്തുക്കളെ അല്ല സ്നേഹിക്കേണ്ടത്. ജീവിതത്തിൽ നമ്മൾ ഒരു ബെസ്റ്റ് പേഴ്സൺ ആയി മാറണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കുടുംബത്തെയാണ് സ്നേഹിക്കേണ്ടത്. കുടുംബം എന്താണ്? ഒരാളുടെ കുടുംബം അയാളെ കുറിച്ച് നന്നായിട്ടാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ അയാളായിരിക്കും ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ആണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോളൂ, നമ്മളെ കുറിച്ച് ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ ഏറ്റവും നല്ലത് പറയുന്നുണ്ടായിരിക്കും അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ ബെസ്റ്റി നമ്മളെ കുറിച്ചിട്ട് അടിപൊളിയാണ് അവരെന്ന് പറയുന്നുണ്ടായിരിക്കും. നമ്മുടെ അഫയർ എന്ന് പറയുന്നവര് അവര് നമ്മളെ കുറിച്ച് നല്ലത് പറയുന്നുണ്ടായിരിക്കും. നമ്മൾ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നവരെല്ലാം നമ്മളെ കുറിച്ച് നല്ലത് പറയുന്നുണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ കുടുംബത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ, എന്താണ് നമ്മളുടെ ഉമ്മ പരാതി പറയാറുള്ളത്? അവൻ എന്നോട് മിണ്ടുന്നില്ല, അവൻ ഏത് സമയവും ആ ഒരു ഫോണിലായിരിക്കും അല്ലെ. ഇപ്പൊ ഞാനൊരു ക്യാമ്പസിലെ വൈസ് പ്രിൻസിപ്പൾ ആണ്. നിരന്തരമായി പാരന്റ്സ് മീറ്റ് വിളിക്കുന്ന സമയത്ത് ഏതൊരു പാരന്റും വന്ന് പറയുന്നത് ഫുൾ ടൈം ഫോണിലാണെന്നാണ് പറയുന്നത്. ഉമ്മയോട് സംസാരിക്കാൻ നമുക്ക് സമയമില്ല, ഉപ്പയോട് സംസാരിക്കാൻ സമയമില്ല, നമ്മുടെ സഹോദരങ്ങളോട് സംസാരിക്കാൻ നമുക്ക് സമയമില്ല, ഒന്നിനും നമുക്ക് സമയമില്ല. പക്ഷേ സോഷ്യൽ മീഡിയകളുടെ റീൽസിൽ എത്ര സമയം വേണമെങ്കിലും 2 മണി വരെയോ 3 മണി വരെയോ ഉറക്കമൊഴിച്ചിരിക്കുവാൻ നമുക്ക് യാതൊരു സമയക്കുറവും ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾ സ്വന്തത്തെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇങ്ങനെയൊക്കെ ജീവിതം ഒഴുക്കിനനുസരിച്ചുകൊണ്ട്, കാറ്റിനനുസരിച്ചുകൊണ്ട്, ഒരു കൊടുങ്കാറ്റ് വീശുമ്പോഴേക്കിനും ഇങ്ങനെ പോകാനുള്ളതാണോ യഥാർത്ഥത്തിലുള്ള ജീവിതം? അവരാണോ യഥാർത്ഥത്തിലുള്ള വിജയികൾ എന്ന് പറയുന്നത്? അല്ല. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ജർമ്മൻ എഴുത്തുകാരനായിട്ടുള്ള എഴുത്തുകാരൻ പറഞ്ഞതുപോലെ രണ്ടാമത്തെ കാറ്റഗറി, ഏത് കൊടുങ്കാറ്റ് വന്നാലും, ഏത് സോഷ്യൽ മീഡിയ വന്നാലും, ഏത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ വന്നാലും എനിക്കൊരു വഴിയുണ്ട്. അള്ളാഹുവിന്റെ ദീൻ എന്ന് പറയുന്ന ഒരു വഴിയുണ്ട്. ആ വഴിയിലൂടെ പോയിക്കൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട്, റസൂലുള്ളയെ മുറുകെ പിടിച്ചുകൊണ്ട്, റസൂലുള്ള പഠിപ്പിച്ചു തന്നിട്ടുള്ള പാഠങ്ങളെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ഞാൻ മുന്നേറും, അതാണ് എന്റെ വഴി എന്നുള്ളത് നമ്മൾ തന്നെ യഥാർത്ഥത്തിൽ ഒരു കൃത്യമായിട്ടുള്ള നിശ്ചയദാർഢ്യത്തിലെത്തണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുടുംബം നമ്മളെ കുറിച്ച് നല്ലത് പറയുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ള നമ്മളായിരിക്കും ജീവിതത്തിലെ ഈ ലോകത്തിലെ ബെസ്റ്റ് മാൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ഐശ്വര്യവാനാണെന്ന് അറിയുമോ? സ്വന്തം ഭാര്യ ഭർത്താവിനെ കുറിച്ച് നല്ലത് പറയുന്നുണ്ടെങ്കിൽ അവരായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ ഐശ്വര്യവാൻ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇതിൽ വിവാഹം കഴിഞ്ഞിട്ടുള്ളവർ വളരെ കുറവായിരിക്കും ഉണ്ടാവുക അല്ലെ. എപ്പോഴും ഭർത്താവിനെ കുറിച്ചിട്ട് മാത്രമായിരിക്കും. അവർക്ക് ഒന്നും പറ്റൂല, ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം പറ്റൂല, എന്ത് പറഞ്ഞാലും കുറ്റം കുറവേ പറയുള്ളൂ എന്നായിരിക്കും യഥാർത്ഥത്തിൽ ശരിക്കും ചിലപ്പോൾ ചില ഉമ്മമാര് പറയാറുള്ളത്. ചില ഭർത്താക്കന്മാര് പറയും അവളെ കൊണ്ട് ഒന്നിനും പറ്റൂല, അവിടെ ഒന്നിനും ഒരു കാറ്റഗറിയിൽ ഇൻക്ലൂഡാക്കാൻ പറ്റൂല എന്നുള്ളത് ഭാര്യമാരെ കുറിച്ച് കുറ്റം പറഞ്ഞ് നടക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ രണ്ടുപേരെയും, ഇത് നമ്മുടെ വാസ്തവമാണ്, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് കൂടുതലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന, നമ്മുടെ കൺമുമ്പുകളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചില വാസ്തവങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞു വെച്ചത്. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ, നിങ്ങളുടെ കൺമുമ്പിൽ തന്നെ അത്തരത്തിലുള്ള പലതരത്തിലുള്ള ഉദാഹരണങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഐശ്വര്യവാനായിട്ട് നമുക്ക് മാറേണ്ടേ, റസൂലുള്ള പറയുന്ന ഏറ്റവും വലിയ ഐശ്വര്യവാനായിട്ട്, ഏറ്റവും ഉത്തമരായിട്ട് നമ്മൾക്ക് മാറണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കുടുംബത്തെ കൺസിഡർ ചെയ്തേ മതിയാവൂ. ചിലപ്പോൾ നമ്മൾ അവിടെ സോഷ്യൽ മീഡിയയെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. നമ്മുടെ ബെസ്റ്റുകളോടുള്ള ചാറ്റുകളെ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും.
ഉറക്കമൊഴിച്ചുകൊണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ, അത് അശ്ലീല വീഡിയോ ആണോ അതല്ലെങ്കിൽ ഏത് തരത്തിലുള്ള വീഡിയോകളാണെങ്കിലും അതെല്ലാം അവിടെ ഇല്ലാതാക്കിക്കൊണ്ട് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കുടുംബത്തോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കേണ്ടി വരും എന്നുള്ളത് തീർച്ച തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ ഉമ്മയെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷിതാക്കളോടുള്ള നമ്മുടെ ബന്ധം, കർത്തവ്യം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഇബാദത്തായിട്ടാണ് പറയുന്നത്. നമ്മളെപ്പോഴും നമസ്കാരം, നോമ്പ്, ഹജ്ജ് പോലെയുള്ള, സകാത്ത് പോലെയുള്ള കർമ്മങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? ഇബാദത്തായിട്ട് പറയാറുള്ളത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഇബാദത്തിനോടൊപ്പം ചേർത്ത് പറഞ്ഞിട്ടുള്ളത് മാതാപിതാക്കളോടുള്ള കർമ്മങ്ങൾ നിങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അള്ളാഹുവിനോടുള്ള ഇബാദത്ത് നമുക്ക് പൂർത്തിയാക്കണമെങ്കിൽ, അള്ളാഹു പറയുന്നിട്ടുള്ള അല്ലെങ്കിൽ അള്ളാഹു നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ ദീൻ നമുക്ക് പൂർത്തിയാകണമെന്നുണ്ടെങ്കിൽ മാതാപിതാക്കളോടുള്ള ബന്ധം അത് നമ്മൾ ശക്തിപ്പെടുത്തിയേ മതിയാവും. മാതാപിതാക്കളോടുള്ള ബന്ധം മാത്രമല്ല, അവരോട് നമുക്ക് വല്ലാത്ത ഒരു ഉത്തരവാദിത്തം കൂടിയുണ്ട്, കർത്തവ്യം കൂടിയുണ്ട്. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി നിറവേറ്റിയേ മതിയാവൂ. എന്നാൽ മാത്രമേ അള്ളാഹുവിനോടുള്ള ബന്ധം നമുക്ക് ഊഷ്മളമാക്കുവാൻ കഴിയുകയുള്ളൂ. ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ നമ്മുടെ ഉമ്മമാരുടെ ജീവിതത്തെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി നോക്കുക. എന്താണ് അവരുടെ ജീവിതം? എപ്പോഴും നമുക്ക് വേണ്ടി ത്യജിച്ചുകൊണ്ട്, അവരുടെ എല്ലാവിധ സന്തോഷങ്ങളും ഇല്ലാതാക്കിക്കൊണ്ട് അവരെന്ത് ചെയ്യാണ്? നമ്മൾ അടുക്കളയിൽ ഇങ്ങനെ പണിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഏത് മരുമകൾ വന്നിട്ടും കാര്യമില്ല, ഏത് മരുമകളോ മകളോ അല്ലെങ്കിൽ ഭർത്താവോ വന്നിട്ടും കാര്യമില്ല, അവർക്ക് മരണമായിരിക്കും അവരെ അവരുടെ കിച്ചണിൽ നിന്ന് ചിലപ്പോൾ മോചിപ്പിക്കുന്നുണ്ടായിരിക്കുക. മരണം എന്ന് പറയുന്ന അല്ലെങ്കിൽ രോഗശയ്യയിൽ കിടക്കുന്നത് വരെ രാവിലെ എണീറ്റ് നമുക്ക് ഭക്ഷണം പാകം ചെയ്തുകൊണ്ട് രാത്രി വരെ ആ ഒരു കിച്ചണിൽ ഒതുങ്ങിക്കഴിയുന്ന, നമുക്ക് വേണ്ടി തിരിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു ഉമ്മയോടാണ് നമുക്ക് 3 തവണ കടമയുള്ളതെന്ന് നിങ്ങൾ മറക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂലിനോട് ഏറ്റവും കൂടുതൽ മനുഷ്യരിൽ വെച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ളത് ആരോടാണെന്ന് പറയുമ്പോൾ 1ാമത്തെ തവണയും 2ാമത്തെ തവണയും 3ാമത്തെ തവണയും എന്താണ്? ഉമ്മയെ കുറിച്ചാണ് പറയുന്നത്. ആ ഉമ്മ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോഴും നമ്മൾ എന്താ ചെയ്യാറുള്ളത്? അപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയുടെ ചാറ്റ് ബോക്സുകളിൽ ഇങ്ങനെ കുടുങ്ങിക്കിടന്നുകൊണ്ട്, നമ്മൾ സൗഹൃദ വലയങ്ങൾ തീർത്തുകൊണ്ട്, ഏതൊക്കെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഗെയിംസ് ആണോ ആ ഗെയിംസ് എല്ലാം കളിച്ചുകൊണ്ട് നമ്മൾ ചാരുകസേരയിൽ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക. എപ്പോഴെങ്കിലും നിങ്ങൾ ആ ഒരു ഉമ്മാനെ പോയി കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ആ ഉമ്മയെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നും, ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സുഖം എന്ന് പറയുന്നത് എന്റെ ഉമ്മയെ കെട്ടിപ്പിടിക്കുമ്പോഴാണ്. എന്റെ ഉമ്മയെ കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞ ഉമ്മയുടെ കവിളത്ത് മുത്തം വെക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഞാൻ ഏറ്റവും സംതൃപ്തി അനുഭവിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പം ഇതൊരു എങ്ങനെയപ്പോ ആ ഒരു ബ്രേക്ക് ചിലര് ഉണ്ടായിരിക്കൂട്ടോ, എല്ലാ എന്ന് ഞാൻ പറയുന്നില്ല. ഉമ്മയെ കൃത്യമായി ചുപ്പിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരുണ്ടായിരിക്കും. പക്ഷെ മുതിർന്നു കഴിഞ്ഞാൽ നമുക്കതിനൊക്കെ ഒരു നാണായിരിക്കും വരുന്നുണ്ടാവാം. എന്താ പതൊക്കെ എന്ന് തോന്നിപ്പോകും. കൃത്യമായിട്ട് ഞാനും അങ്ങനെയുള്ള ഒരാൾ തന്നെയായിരുന്നു. വർഷങ്ങളോളം ഈ ചെറുപ്പകാലം വിട്ടതിന് ശേഷം ഞാൻ എൻ്റെ ഉമ്മയോട് പറയാറുണ്ടായിരുന്നു, ഉമ്മാനെ ഒരു ഉമ്മ കിട്ടിയതിന് ശേഷം, ഉമ്മ കിട്ടിയ കാലൊക്കെ ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഒരു പ്രശ്നം അവിടെ ബ്രേക്ക് ചെയ്തു. അതിനുശേഷം എപ്പോഴൊക്കെയാണോ എൻ്റെ ഉമ്മയോട് യാത്ര പറഞ്ഞിറങ്ങുന്നത്, ആ സമയത്തെല്ലാം ഉമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ കവിളത്ത് ഒരു മുത്തം നൽകാതെ ഞാൻ ഇറങ്ങിയിട്ടില്ല. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്കൂ, എത്ര കാലമായി നിങ്ങൾ നിങ്ങളുടെ ഉമ്മയെ അങ്ങനെ അത്തരത്തിലൊന്ന് കെട്ടിപ്പിടിച്ചിട്ട്, അത്തരത്തിലൊന്ന് ഉമ്മ വെച്ചിട്ട് എത്രത്തോളം കാലമായി? ഇവിടെ ഇരിക്കുന്ന ഉമ്മമാർക്ക് ചിലപ്പം അതിന്റെ വേദന അറിയുന്നുണ്ടായിരിക്കും. സ്വന്തം മക്കൾ കെട്ടിപ്പിടിക്കാത്തതിന്റെയും ഉമ്മ വെക്കാത്തതിന്റെയും സങ്കടം അവർക്ക് അറിയുന്നുണ്ടായിരിക്കും. പക്ഷേ ആ ഒരു അനുഭൂതി നിങ്ങൾക്ക് അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? ഇത് പ്രാക്ടീസ് ചെയ്തേ മതിയായിരിക്കും. ഞാൻ പലപ്പോഴും ഒരു 2 മാസം കൂടുന്ന സമയത്തൊക്കെ എന്റെ ഉമ്മാനെ ഞാൻ എന്ത് ചെയ്യാറുണ്ട്? ഞങ്ങൾ 7 പെൺകുട്ടികളാണ്. അതുകൊണ്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജീവിതം എന്ന് പറയുന്നത് 7 പെൺകുട്ടികൾക്കും ഉപ്പാക്കും വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? ഉമ്മ ഇങ്ങനെ ത്യജിച്ചു വെച്ചിരിക്കുകയാണ്. അത് 7 പെൺകുട്ടികളെ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ഒരാൾ ചിലപ്പം വിരുന്ന് വരുന്ന സമയത്ത് അടുത്ത ആളുടെ വിവാഹമായിരിക്കും. അതുപോലെ തന്നെ ഞങ്ങള് അത്ര ഏജ് ഗ്യാപ്പ് ഇല്ലാത്തത് കൊണ്ട് പ്രഗ്നൻസി, അങ്ങനെ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ഉമ്മ ആഴ്ചയിൽ ഒരു വിരുന്ന് മരുമക്കൾക്കായിട്ട് എല്ലാ ആഴ്ചയിലും ഒരുക്കേണ്ടുന്ന ഒരു അവസ്ഥയൊക്കെ ചിലപ്പം വരാറുണ്ട്.
പക്ഷെ 2 മാസം കൂടുമ്പോ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോ നിർബന്ധമായിട്ടും ഞാനൊരു ട്രിപ്പ് പോകും. അത് എത്രയാണെങ്കിലും പലപ്പോഴും എന്റെ ഉപ്പ എന്നോട് ചീത്ത പറയാറുണ്ട്, ചിലവഴിക്കാൻ നിനക്ക് അറിയില്ലേ എന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. പക്ഷെ ഞാൻ ഉപ്പാനോട് പറയും, ഇങ്ങനെയെങ്കിലും ആ ഒരു അടുക്കളയിൽ നിന്ന് 2 ദിവസത്തേക്കെങ്കിലും എന്റെ ഉമ്മയൊന്ന് രക്ഷപ്പെട്ടോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഉമ്മയെ ഞാൻ യാത്ര കൊണ്ടുപോകാറുള്ളത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇതിവിടെ പറഞ്ഞു വെച്ചത് വലിയ കാര്യമായിട്ടല്ല. നിങ്ങളൊന്നും ആലോചിച്ച് നോക്കിയത്, നിങ്ങൾ അത്തരത്തിലുള്ള ഒരു യാത്ര അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഇരുത്തം നിങ്ങളുടെ പാരന്റ്സുമായിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ഉണ്ടാക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ഉമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട്, കാരണം നമുക്ക് മനുഷ്യരിൽ വെച്ചുകൊണ്ട് ആദ്യത്തെ 3 തവണയും ബാധ്യതയുള്ളത് ഉമ്മയോടാണ്. ഇനി ഉപ്പ എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ എടുത്തു നോക്കി നോക്കാം. എന്താണ് ഉപ്പയുടെ ജീവിതം? ഉപ്പ ജീവിതത്തിന്റെ മരണം വരെ സമ്പാദിച്ചിട്ടുണ്ടായിരിക്കും. അത് ചിലപ്പം ഈ ലോകത്ത് തന്നെ ഒന്നും ആയിരിക്കൂല. കൂട്ടുകാരെയും കുടുംബത്തെയും മക്കളെയും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ചിലപ്പോൾ ഗൾഫിലെ മണലാരണ്യത്തിലായിരിക്കും ആ ഒരു ഉപ്പയുടെ ആയുസ് മുഴുവൻ തള്ളി നീക്കിയിട്ടുണ്ടായിരിക്കുക. ആർക്ക് വേണ്ടിയിട്ടാ? നമുക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു ഉപ്പ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉപ്പയുടെ ജീവിതം മുഴുവൻ മാറ്റിവെക്കുന്നത്, സമ്പാദ്യത്തിനായിട്ട് മാറ്റിവെക്കുന്നത്, മക്കളെയും ഭാര്യയെയും തീറ്റിപ്പോറ്റുന്നതിനായിട്ട് മാറ്റിവെക്കുന്നത് നമ്മൾക്കാണെന്നുള്ള, നമ്മളുടെ കരിയറിനാണ്, നമ്മളുടെ വിദ്യാഭ്യാസത്തിനാണ്, നമ്മളുടെ ഫ്യൂച്ചറിനാണെന്നുള്ള ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവണം. എല്ലാം കഴിഞ്ഞ് അവസാനം ജീവിതവും കഴിഞ്ഞ് ആയുസ്സും കഴിഞ്ഞ് പല ലോകത്തിന്റെ പല കോണുകളിലും പോയി ജോലി എടുത്തതിന് ശേഷം ഉപ്പ അവസാനം നാട്ടിലേക്ക് വരികയാണ്. ഒന്നിലും പറ്റാതെ ആരോഗ്യമെല്ലാം ക്ഷയിച്ചു തീർന്നതിന് ശേഷം നാട്ടിലേക്ക് വരിക. ആ നാട്ടിലേക്ക് വരുന്ന ഉപ്പ നല്ല കാര്യവും പറഞ്ഞാൽ എന്താ ഉപ്പനോട് പറയാം? നമ്മുടെ ജീവിതത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുന്ന എന്തെങ്കിലും കാര്യം ആ ഉപ്പ പറഞ്ഞാൽ നമ്മൾ എന്താ പറയാ? എന്റെ ജീവിതമാണ് ഉപ്പ, നിങ്ങൾ തീരുമാനിക്കണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പട്ടത്തിന്റെ ചരടുണ്ടല്ലോ, ആ ചരട് ഏറ്റവും ഭംഗിയിൽ വലിക്കാൻ കഴിയുന്നുണ്ടായിരിക്കുക നമ്മുടെ ഉപ്പക്കാണ്. നമ്മൾ ഒരിക്കലും കൂപ്പുകുത്തി പോവാതെ ലോകം മുഴുവൻ നമ്മളെ കാണിച്ചുകൊണ്ട്, ലോകത്തിന്റെ എല്ലാ ആസ്വാദനങ്ങളും നമ്മെ കാണിച്ചുകൊണ്ട് നമ്മളെ കൃത്യമായ ദിശയിലേക്ക് നയിക്കുവാൻ കഴിയുന്നുണ്ടായിരിക്കുക നമ്മുടെ ഉപ്പമാർക്കായിരിക്കും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സുഹൃത്തുക്കൾ, അവരെന്തായിരിക്കും? ആ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാമാണ് അല്ലെ. എന്റെ എല്ലാമാണ്, എന്റെ വീക്ക്നെസ് അറിയുന്നത് എന്റെ സുഹൃത്തുക്കൾക്കാണെന്ന് നമ്മൾ ചിലപ്പോ പറയാറുണ്ട്. പക്ഷെ നമ്മുടെ സഹോദരന്മാരോട് നമ്മൾ എപ്പോഴാണ് എങ്ങനെയാ ചെയ്യാറുള്ളത്? നമ്മൾ ഏറ്റവും കൂടുതൽ തല്ലുകൂടുന്നുണ്ടായിരിക്കുക നമ്മളുടെ കൂടെ ഒരേ വയറിൽ നമ്മുടെ ഉമ്മ പ്രസവിച്ചിട്ടുള്ള നമ്മുടെ സഹോദരന്മാരോടായിരിക്കും. ആ സഹോദരന്മാർ നമ്മളെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ നമ്മൾ ഉത്തമരായി പോവുക? എന്റെ പ്രിയപ്പെട്ടവരെ, സ്വന്തമായിട്ടൊന്ന് ആലോചിച്ച് നോക്കുക, എത്തരത്തിലായിരിക്കണം നമ്മുടെ ജീവിതം എന്നുള്ളത്. നമ്മുടെ ബെസ്റ്റിയോ നമ്മുടെ സുഹൃത്തുക്കളോ അവര് നമ്മളെ കുറിച്ച് നല്ലത് പറയേണ്ടതുണ്ട്, തിരിച്ചു തന്നെയാണ്. പക്ഷെ നമ്മുടെ ഉമ്മ നമ്മളെ കുറിച്ച് പരാതി പറയുന്നിടത്തോളം കാലം മറ്റുള്ളവരാരും നമ്മളെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായ സഞ്ചാരപഥമുള്ള, കൃത്യമായ വഴിയുള്ള, കൃത്യമായ ലക്ഷ്യബോധമുള്ളവരായിട്ട് മാറുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത് അങ്ങനെ വെറുതെ അങ്ങോട്ടേക്ക് മനുഷ്യന്മാരെ സൃഷ്ടിച്ചേക്കാം എന്നൊന്നല്ല. നിങ്ങൾക്ക് ആ കഥകൾ അറിയുന്നതാണ് അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്? പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് പരീക്ഷണ കാലഘട്ടം തന്നെയാണ്, പരീക്ഷാ കാലഘട്ടം തന്നെയാണ്. ആ പരീക്ഷാ കാലഘട്ടത്തിലെ എക്സാം എഴുതിക്കൊണ്ട് തന്നെ നമ്മൾ പാസ്സായിട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ട് ആയിരിക്കും യഥാർത്ഥത്തിൽ സ്വർഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പരീക്ഷാ കാലഘട്ടത്തെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തിന്റെ ഓരോ ഭാഗങ്ങളും അള്ളാഹുവിൽ സർവം സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലാണെങ്കിലും, നമ്മൾ നേരത്തെ പറഞ്ഞ സോഷ്യൽ മീഡിയയുടെ ചാറ്റുകളാണെങ്കിലും, കമന്റ് ബോക്സുകളാണെങ്കിലും, നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഫേക്ക് ഐഡികളിലൂടെയാണെങ്കിലും നമ്മൾ അള്ളാഹുവിനെ സൂക്ഷ്മതയോട് കൂടിയിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള അള്ളാഹുവിന്റെ സ്വർഗം എന്ന് പറയുന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ടായിരിക്കുള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, ദൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷനെയും ജമാഅത്തെ ഇസ്ലാമിയെയും SIOവിനെയും അത്തരത്തിലുള്ള അള്ളാഹുവിന്റെ മാർഗത്തിൽ സർവം സമർപ്പിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ദീനിനെ കൃത്യമായി സംസ്ഥാപിച്ചുകൊണ്ട്,
അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇങ്ങനെ പോരിടുന്ന, എല്ലാ സമയങ്ങളിലും അള്ളാഹുവിനെയും അവന്റെ ഇസ്ലാമിക പ്രസ്ഥാനത്തെയും ഇങ്ങനെ ഓർത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടമായിക്കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. നേരത്തെ പറഞ്ഞ നമ്മളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് കൃത്യമായിട്ട് എത്തുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് എപ്പോഴും സർവ്വം ചിന്തിച്ചുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിക്കൊണ്ടാണ് ഞാൻ ഗൾഫ് ഇസ്ലാമിക് ഓർഗനൈസേഷനെയും SIOവിനെയും സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷനെയും നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചിലപ്പോൾ നമ്മളിൽ നിന്നും പലതരത്തിലുള്ള പിഴവുകളും സംഭവിച്ചു പോയിട്ടുണ്ടായിരിക്കും. എപ്പോഴും മാതാപിതാക്കളെ കുറിച്ചിട്ട് പറയുന്നത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയാണ്, അവരോട് എന്താണ് ചേ എന്ന ഒരു വർത്തമാനം കൂടി പറയരുത് എന്ന് പറയുന്നത്. അത് നമ്മൾ ചേ എന്നുള്ള വർത്തമാനമല്ല. നമ്മോട് എന്തെങ്കിലും പറയുന്ന സമയത്ത് നമ്മൾ എന്താ പറയാ? എനിക്ക് വയ്യുമ്മ, ഇത് എന്താണ് എപ്പോഴും എന്നോട് ഇങ്ങനെ പണി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? നമ്മുടെ ഭാഗത്ത് നോക്കി വന്നു പോകുന്നതാണ്. ചെറുതും വലുതുമായി നമ്മളുടെ ഉമ്മമാരോടും ഉപ്പമാരോടും നമ്മുടെ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ചേ എന്ന വകുപ്പിൽ തന്നെ ആയിരിക്കും പെടുന്നുണ്ടായിരിക്കുക. ആ ഉമ്മയോടും ഉപ്പയോടും എങ്ങനെയാണ് കൃത്യമായിട്ട് അവരുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് പുലർത്തേണ്ടത്? നമ്മളുടെ ഉറ്റവരോടും മുഴയോരോടും സഹോദരിമാരെയും സ്നേഹിച്ചുകൊണ്ട് അവരോടുള്ള ബന്ധം എങ്ങനെയാണ് നമ്മൾ പുലർത്തേണ്ടത്? അതോടൊപ്പം തന്നെ സമൂഹത്തിൽ നമുക്കൊരു ബാധ്യതയുണ്ട്. സമൂഹത്തിൽ നീതിയുടെ കാവലാളാവുക എന്ന് പറയുന്ന ഒരു ബാധ്യത നമ്മളിൽ അർപ്പിതമായിട്ടുണ്ട്. ആ ഒരു നീതിയുടെ കാവലാളായിക്കൊണ്ട് ജീവിക്കുവാനും, അനീതിക്കെതിരെ ശബ്ദിക്കുവാനും, അക്രമങ്ങൾക്കെതിരെ കൈ ചൂണ്ടുവാനും, അങ്ങനെ തുടങ്ങി ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും അള്ളാഹുവെ ഓർമ്മിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കുന്നതിനായിക്കൊണ്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിക്കൊണ്ട് SIOവിനെയും ഗൾഫ് ഇസ്ലാമിക് ഓർഗനൈസേഷനും ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അതിർവരമ്പുകൾ നിശ്ചയിക്കാറില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല രൂപത്തിലും ആദ്യമൊക്കെ നമുക്ക് നമ്മുടെ വസ്ത്രധാരണത്തിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ ഇടപെടലുകളുടെ മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ ഇടപെടലുകളുടെയും സംസാരത്തിന്റെ കാര്യത്തിലാണെങ്കിലും യാതൊരു തരത്തിലുള്ള അതിർവരമ്പുകളും വെക്കാതെ അള്ളാഹു ഏറ്റവും അലങ്കാരമായി തന്നിട്ടുള്ള യാതൊരു പരിധികളും നിശ്ചയിക്കാതെ മുന്നോട്ട് പോകേണ്ടുന്ന പലതരത്തിലുള്ള അവസ്ഥകളും നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടായിരിക്കാം. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ, ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ട് അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണിലൂടെ കണ്ണുനീർ വന്നുകൊണ്ട് തന്നെ നമ്മുടെ പാപക്കറകളെ, നമ്മളിൽ നിന്നും സംഭവിച്ചു പോയിട്ടുള്ള നമ്മുടെ ഉപ്പയോടോ ഉമ്മയോടോ അല്ലെങ്കിൽ നമ്മുടെ സഹോദരിമാരോടോ അവരുമായുള്ള ബന്ധം മുറിക്കുന്ന രൂപത്തിൽ എന്തെങ്കിലും ഒരു കർമ്മം നമ്മളിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ളതെല്ലാം അള്ളാഹുവിന്റെ മുമ്പിൽ പറഞ്ഞുകൊണ്ട് കണ്ണീരോടുകൂടി പാപമോചനത്തിൽ ഇരയാവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നുള്ളത് മാത്രമാണ്. നിങ്ങളെല്ലാവരും ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും, ഈ അടുത്തൊക്കെ ഒരുപാട് ഫിലിം സ്റ്റാർസ് അല്ലെ, ആക്ട്രസുകള് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ അവരിങ്ങനെ മുന്നിൽ വന്നിട്ടുണ്ടായിരുന്നു. മീ ടു ക്യാമ്പയിനുകളെ കുറിച്ച് നമുക്ക് അറിയാവുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് സെലിബ്രിറ്റികൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ കുടുങ്ങിക്കഴിഞ്ഞതിന് ശേഷം സൂയിസൈഡ് ചെയ്യുന്ന പല അവസ്ഥകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ കാണാറുണ്ട്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ നമ്മൾ എപ്പോഴും ചിന്തിക്കണം, ജീവിതത്തിൽ ഒരു വരമ്പ് നിശ്ചയിച്ചുകൊണ്ട് ഈ വരമ്പിനപ്പുറത്തേക്ക് കടക്കുവാൻ ഞാൻ ആരെയും തീരുമാനിച്ചിട്ടില്ല എന്നുള്ള ഉറച്ച ബോധ്യത്തോട് കൂടിയിട്ട് ഇവിടെ നിന്ന് പടിയിറങ്ങുന്നവരായിരിക്കണം എന്നുള്ളത് മാത്രം സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ അനുഗ്രഹിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അടിയാളുകളുടെ കൂട്ടത്തിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉമ്മയെയും ഉപ്പയെയും ഏറ്റവും അടുത്തറിഞ്ഞ് സ്നേഹിച്ചുകൊണ്ട് അവർക്ക് തണലേകിക്കൊണ്ട് എല്ലാ സമയത്തും അവരുടെ കൂടെ ഇരുന്നുകൊണ്ട് നമ്മുടെ കടമയും കർത്തവ്യവും കൃത്യമായി നിർവഹിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാത്തിനേക്കാളും അപ്പുറം നമ്മളെല്ലാവരും സ്വപ്നം കാണുന്ന ഒരു സ്വർഗത്തിലേക്ക്, ആ സ്വർഗത്തിൽ തന്നെ അള്ളാഹുവിന്റെ സിംഹാസനത്തിൽ നിന്നുള്ള സുഗന്ധം നിറഞ്ഞിട്ടുള്ള ആ ഒരു
സുഗന്ധം നിറഞ്ഞിട്ടുള്ള കുളിർക്കാറ്റ് അനുഭവിക്കുന്ന ജന്നാത്തുൽ ഫിർദൗസിൽ തന്നെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് അള്ളാഹുവിന്റെ ആ ഒരു സ്വർഗം എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.